5 സ്റ്റാർട്ട് ചെയ്യുവാണ്. കുഞ്ഞു മൊഡ്യൂളാണ്, ഇച്ചിരിവേ ഉള്ളൂ ഇതിനകത്തിൽ പഠിക്കാൻ. കേസ് സ്റ്റഡീസാണ്. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളൊക്കെ പഠിച്ച ആ ഒരു ബേസിസ് തന്നെയാണ് ഇതിനകത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിനകത്തിൽ പറയുന്നത് സെക്യൂരിറ്റി വേഴ്സസ് പ്രൈവസി. എന്താണ് സെക്യൂരിറ്റിയുടെയും പ്രൈവസിയുടെയും കൂടെ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ഫോക്കസ് എന്തിലാണ് അത് ഫോക്കസ് ചെയ്തിട്ടുള്ളത്? പ്രൊട്ടക്റ്റിംഗ് ദ സിസ്റ്റം ഡേറ്റ നെറ്റ്വർക്ക്. സെക്യൂരിറ്റി മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്തിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്? ഡേറ്റേനെയും നെറ്റ്വർക്കിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. അതേസമയം പ്രൈവസിയോ പേഴ്സണൽ ഇൻഫോർമേഷൻസിനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സെക്യൂരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ആ സിസ്റ്റത്തിനകത്തിലെ ഡേറ്റാസിനെയും കാര്യങ്ങളെയൊക്കെ ആയിരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ആര് നോക്കുന്നത്? സെക്യൂരിറ്റി ഫോക്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനെയായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്? പേഴ്സണൽ ഇൻഫോർമേഷൻസിനെ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഇനി മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പ്രിവെൻറ്റ് അൺഓത്തറൈസ്ഡ് അക്സസ് ആൻഡ് സൈബർ അറ്റാക്സ്. അൺഓത്തറൈസ്ഡ് അക്സസും സൈബർ അറ്റാക്സും ഒക്കെ എന്ത് ചെയ്യും? പ്രിവെൻറ്റ് ചെയ്യും. ഓക്കെ, ഇനി മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസിൻ്റെ പ്രോപ്പർ ഹാൻഡ്ലിംഗ് ആൻഡ് യൂസേജ് ആണ് നടക്കുന്നതെന്നുള്ള കാര്യം എൻഷുർ ചെയ്യുകയാണ് അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്. സ്കോപ്പ് ബ്രോഡർ ആയിരിക്കും, കാരണം നമ്മുടെ ഫുൾ സൈബർ ആ ഒരു ഡേറ്റ വരുന്നത് ആ ഒരു സൈബറായിട്ടുള്ള എൻ്റയർ സൈബർ പ്രൊട്ടക്ഷനാണ് അവിടെ വരുന്നത്. ഇതിൻ്റെ സ്കോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാരോവർ ആയിരിക്കും, കാരണം നമ്മുടെ ഇൻഡിവിജ്വൽ ഡേറ്റ യൂസേജും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അതിനകത്തിൽ വരുന്നത്. അപ്പം ഇനി ലാസ്റ്റ് വരുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ കോംപ്ലയൻസ് സ്റ്റാൻഡേർഡ്സ്. ഏതൊക്കെ സ്റ്റാൻഡേർഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്? നിസ്റ്റ് സൈബർ സെക്യൂരിറ്റി, അത് പെട്ടെന്ന് ഓർത്ത് വെക്കാനായിട്ട് പറ്റും. മറ്റേത് വരുമ്പോൾ GDPR അല്ലെങ്കിൽ CCPA, അത് ഓർത്ത് വെക്കണം കേട്ടോ, സ്റ്റാൻഡേർഡ്സ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്തൊക്കെയാണ് നമ്മുടെ പ്രൊട്ടക്റ്റിംഗ് സിസ്റ്റംസ് ഡേറ്റാസ് ആൻഡ് നെറ്റ്വർക്ക്സ് ആണ് സെക്യൂരിറ്റി ഫോക്കസ് ചെയ്യുന്നത്. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ ഇൻഫർമേഷൻ, ഇത് അൺഓത്തറൈസ്ഡ് ആക്സസും സൈബർ അറ്റാക്സും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യും. ഇപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഡേറ്റാസിൻ്റെയൊക്കെ പ്രോപ്പർ ഹാൻഡ്ലിംഗ് ആണ് അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്. സ്കോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോഡർ ആയിരിക്കും, ഒരു എൻ്റയർ സൈബർ പ്രൊട്ടക്ഷൻ തന്നെയാണ് അവിടെ എൻഷുർ ചെയ്യുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാരോവർ, ഓരോ യൂസറിൻ്റെ റൈറ്റ്സ് അനുസരിച്ച് അത് നാരോവറാണ് അതിൻ്റെ സ്കോപ്പ്. എക്സാമ്പിൾ ലിസ്റ്റ് സൈബർ സെക്യൂരിറ്റിയും CCPAയും. ഇനി ഗോൾസ് ഓഫ് സെക്യൂരിറ്റി എന്തൊക്കെയാണ്? സെക്യൂരിറ്റി കൊണ്ടുള്ള നമ്മുടെ ഗോൾസ്, കോൺഫിഡൻഷ്യാലിറ്റി, നമ്മുടെ ഫയൽസൊക്കെ കോൺഫിഡൻഷ്യലായിട്ടാണ് നിൽക്കും. ഇൻറ്റഗ്രിറ്റി, നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഇൻറ്റഗ്രിറ്റി കിട്ടും. അവൈലബിലിറ്റി, നമുക്ക് സെക്യൂർ ആയിട്ടുള്ള ഫയൽസ് മാത്രമേ അവൈലബിൾ ആയിരിക്കത്തുള്ളൂ. ടൈപ്സ് ഓഫ് സെക്യൂരിറ്റി, എന്തൊക്കെ ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസ് വരാം? ഫിസിക്കൽ സെക്യൂരിറ്റി വരാം, ഡേറ്റ സെക്യൂരിറ്റി വരാം, നെറ്റ്വർക്ക് സെക്യൂരിറ്റി, IoT സെക്യൂരിറ്റി ആൻഡ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി. അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരുന്നാലും മതിയേ. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൈവസി. ഒരു പ്രൈവസിയുടെ മെയിൻ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് കൺസെൻറ്റ്. അത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കതിൻ്റെ കൺസെൻറ്റ് വേണം. ട്രാൻസ്പെറൻസി, ആരൊക്കെ നമ്മുടെ ഫയൽ യൂസ് ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് അറിയാനായിട്ട് അത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ഡേറ്റ മിനിമൈസേഷൻ, അതിൽ ഡേറ്റാസ് കുറവായിരിക്കും, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിരിക്കും കൂടുതലായിട്ട് ഫോക്കസ്ഡ് ആവുന്നുണ്ടായിരുന്നത്. യൂസറിൻ്റെ കൺട്രോളിലായിരിക്കും ഉള്ളത്. ഡേറ്റാസ് പ്രൊട്ടക്ഷനും അതിനകത്തിൽ കാണും. പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? കൺസെൻറ്റ്, ട്രാൻസ്പെറൻസി, ഡേറ്റ മിനിമൈസേഷൻ, യൂസർ കൺട്രോൾ ആൻഡ് ഡേറ്റ പ്രൊട്ടക്ഷൻ. ഇനി ഇൻ്റർസെക്ഷൻ ഓഫ് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി. സെക്യൂരിറ്റിയും പ്രൈവസിയും കൂടെ തമ്മിൽ ബന്ധമുണ്ട്. എങ്ങനെയാണ് ബന്ധം വരുന്നത്? സെക്യൂരിറ്റി ഇനേബിൾസ് പ്രൈവസി ആൻഡ് പ്രൈവസി ഷേപ്സ് സെക്യൂരിറ്റി. ഒരു സിസ്റ്റം സെക്യൂർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെന്ത് കാണും? പ്രൈവസി കാണും. അതായത് നമ്മുടെ പ്രൈവറ്റ് ഡേറ്റാസ് ആരും എൻഷുർ ചെയ്യില്ല. നമുക്ക് പ്രൈവസി വേണമെങ്കിൽ എന്ത് ഉണ്ടായിരിക്കണം? നമ്മുടെ സിസ്റ്റത്തിന് സെക്യൂരിറ്റി ഉണ്ടായിരിക്കണമെങ്കിലേ നമുക്ക് പ്രൈവസി എൻഷുർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി പ്രൈവസി ഷേപ്പ് സെക്യൂരിറ്റി. പ്രൈവസിയുടെ പോളിസി അനുസരിച്ചാണ് ഏത് ടൈപ്പ് സെക്യൂരിറ്റിയാണ് നമുക്ക് വേണ്ടതെന്നുള്ള കാര്യം നമ്മൾ അറിയുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ ഇൻ്റർസെക്ഷൻ ഓഫ് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി വരുന്നത്? സെക്യൂരിറ്റി ഇനേബിൾസ് പ്രൈവസി. പ്രൈവസി വേണമെങ്കിൽ സെക്യൂരിറ്റി വേണം. സെക്യൂരിറ്റി ഉണ്ടെങ്കിലേ നമുക്ക് പ്രൈവസി പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രൈവസി ഷേപ്സ് സെക്യൂരിറ്റി. പ്രൈവസി, ഏത് ടൈപ്പ് ഓഫ് പ്രൈവസിയാണ് നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചാണ് നമ്മൾ എന്തിനെ ഷേപ്പ് ചെയ്യുന്നത്? നമുക്ക് വേണ്ടുന്ന സെക്യൂരിറ്റീനെ ഷേപ്പ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ ട്രേഡ് ഓഫ് സർവീസസ്. നമുക്ക് പ്രൈവസി കുറയും, ഒരുപാട് ഇത് വന്നു കഴിഞ്ഞാൽ, സെക്യൂരിറ്റി കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർഫറൻസ് കുറയും. അതാണ് ഫസ്റ്റ് പ്രശ്നം. നമുക്ക് പ്രൈവസി കുറയും. പിന്നെ കോംപ്ലിയൻസസ്, മീറ്റിംഗ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ്.
സെക്യൂരിറ്റി ആൻഡ് പ്രൈവസിക്ക്, അതായത് സെക്യൂരിറ്റിയുടെയും പ്രൈവസിയുടെയും റെഗുലേറ്ററി പോളിസീസ് മീറ്റ് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യം കോംപ്ലക്സ് ആയിരിക്കും. ഓക്കെ, ഇനിയും വരുന്നത് വൾണറബിലിറ്റീസ് ഓഫ് IoT. അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കേട്ടോ. എന്താ നമ്മുടെ വൾണറബിലിറ്റീസ് ഓഫ് IoT എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഫസ്റ്റ് വരുന്നത് ഇൻസെക്യൂർ ഇൻ്റർഫേസസ്. വൾണറബിലിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ പ്രശ്നങ്ങൾ. ഫസ്റ്റ് ഇൻസെക്യൂർ ഇൻ്റർഫേസസ്, വീക്ക് ഒതൻറ്റിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ, ലാക്ക് ഓഫ് എൻക്രിപ്ഷൻ, ഇൻസെക്യൂർ ഡീഫോൾട്ട് കോൺഫിഗറേഷൻസ്. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്താ ഫസ്റ്റ് ഇൻസെക്യൂർ ഇൻ്റർഫേസസ്. നമുക്ക് എന്തൊരു സർവീസ് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്കൊരു വെബ് ഇൻ്റർഫേസ് വേണ്ടേ. ആ ഒരു വെബ് ഇൻ്റർഫേസിനെ എന്താ പറയുക, അതിനകത്തിൽ ഉള്ള ഒരു ഇൻ്റർഫേസ്, അതിനകത്തിൽ സെക്യൂരിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ, ആ ഒരു ഇൻ്റർഫേസിനകത്തിൽ സെക്യൂരിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ IoT റിസ്കിലോട്ട് എത്താം. എന്താ ഉണ്ടാകുന്ന റിസ്ക്? ഒതൻറ്റിക്കേഷൻ കുറയും, പിന്നെ അൺഎൻക്രിപ്റ്റഡ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും വരുന്നത്, അൺഓതറൈസ്ഡ് അക്സസ്സും ഒക്കെ ആയിരിക്കും വരുന്നത്. ഇനി വീക്ക് ഒതൻറ്റിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ. ഈ ലോഗിൻ ചെയ്യുന്ന ടൈമിൽ ഒതൻറ്റിക്കേഷനും ഓതറൈസേഷനും കറക്റ്റ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് വൾണറബിലിറ്റീസ്, അതൊരു പ്രശ്നമാണ് ഇതിൻ്റെ. ലാക്ക് ഓഫ് എൻക്രിപ്ഷൻ. ഇനിയും ലാക്ക് ഓഫ് എൻക്രിപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ ട്രാൻസ്മിഷൻ ആണെങ്കിൽ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യാതായിരിക്കും പലപ്പോഴും ഡേറ്റാസ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് മിസ്ലീഡ് ചെയ്ത് പോകാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് ലാക്ക് ഓഫ് എൻക്രിപ്ഷൻ ആണ് അടുത്തൊരു വൾണറബിലിറ്റി. ഇൻസെക്യൂർ ഡീഫോൾട്ട് കോൺഫിഗറേഷൻസ്. അതായത് നമ്മൾ എന്തൊരു സിസ്റ്റം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാത്തിനും ഡീഫോൾട്ട് കോൺഫിഗറേഷൻസ് അങ്ങ് ഓപ്പൺ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ വരുന്ന ടൈമിൽ നമ്മുടെ ഫീച്ചേഴ്സ് ഓഫ് ഡേറ്റ, നമ്മുടെ ഡേറ്റാസൊക്കെ ഇതായി പോകാൻ, ഇൻസെക്യൂർ ആവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഫിസിക്കൽ സെക്യൂരിറ്റി കുറവാണെങ്കിൽ, ഡേറ്റ പ്രൊട്ടക്ഷൻ പ്രാക്ടീസസ് ഒക്കെ കുറവാണെങ്കിൽ, നമ്മളിപ്പം വേണമെങ്കിൽ ഇതും പറയാം, നമ്മൾ ഒത്തിരി ഓപ്പൺ സോഴ്സ് വൈഫൈസ് ഒക്കെ യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, പ്രോട്ടോകോൾസ് ഒന്നും ഓപ്പൺ അല്ലെന്നുണ്ടെങ്കിൽ, ഓപ്പൺ പോർട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ വെറുതെ ഓപ്പണായിട്ടിരിക്കുന്ന കണക്ഷൻസ് ഒന്നും പാടില്ല, അതെല്ലാം ക്ലോസ്ഡ് ആയിട്ട് വെച്ചേക്കണം. നോട്ട്സും കാര്യങ്ങളും എല്ലാം സെക്യൂർ ആണെന്നുള്ള കാര്യങ്ങൾ ഉറപ്പ് വരുത്തണം. പിന്നെ പ്രോപ്പർ മോണിറ്ററിങ് ഇല്ലെന്നുണ്ടെങ്കിൽ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം നമ്മുടെ ഒരു സിസ്റ്റം ഹാക്ക് ചെയ്യാൻ എന്തൊക്കെയാണ് ചാൻസസ് ഉള്ളത്, എന്തൊക്കെ കൊണ്ട് ഹാക്ക് ചെയ്യാം. നമ്മുടെ ഇൻ്റർഫേസ് നല്ല അല്ലെന്നുണ്ടെങ്കിൽ, ഒതൻറ്റിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ നല്ല അല്ലെന്നുണ്ടെങ്കിൽ, എൻക്രിപ്ഷൻ പ്രോപ്പർ അല്ലെന്നുണ്ടെങ്കിൽ, ഡീഫോൾട്ട് കോൺഫിഗറേഷൻസ് ഒക്കെ നമ്മൾ ഒരുപാട് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ, ഫിസിക്കൽ സെക്യൂരിറ്റി ഇല്ലെങ്കിൽ, ഡേറ്റ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പ്രാക്ടീസസ് ഇല്ലെങ്കിൽ, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഓപ്പൺ പോർട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇൻസഫിഷ്യൻറ്റ് മോണിറ്ററിങ് ആണെന്നുണ്ടെങ്കിൽ, സെൻസിറ്റീവ് ഡേറ്റ എക്സ്പോഷർ ആണെങ്കിൽ. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും? അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ. സ്ട്രോങ് പാസ്വേഡ് യൂസ് ചെയ്യുക, യുണീക്ക് പാസ്വേഡ് യൂസ് ചെയ്യുക, എല്ലാ ഡേറ്റാസിനെയും എൻക്രിപ്റ്റ് ചെയ്ത് വെക്കുക, ഓരോ വട്ടം ഡിവൈസസിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എന്തെങ്കിലും നമ്മൾ പോർട്ടൊക്കെ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അൺകവേർഡ് പോർട്ടുകളെല്ലാം നമ്മൾ ക്ലോസ് ചെയ്യാനായിട്ട് റെഡിയാക്കുക. നമ്മൾ ഡിവൈസസിനെയൊക്കെ സെക്യൂർ ലൊക്കേഷനിൽ മാത്രം കീപ്പ് ചെയ്യുക, എല്ലാത്തിനും ലോക്ക് വെക്കുക, ഡിവൈസ് ഒതൻറ്റിക്കേഷൻ വെക്കുക. ഇല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും? കയറി യൂസ് ചെയ്യാനായിട്ട് പറ്റും. സെക്യൂർ APIs വേണം യൂസ് ചെയ്യാൻ. പിന്നെ അനാവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറുകളൊന്നും ഒരുപാട് ഡൗൺലോഡ് ചെയ്തിടാതിരിക്കുക. നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യുകയും, പിന്നെ നമ്മളിതുപോലെ വൈറസ് സ്കാനിങ്സ് ഇതൊക്കെ എടുത്തിടുകയും എല്ലാം മോണിറ്റർ ചെയ്യുകയും കാര്യങ്ങളൊക്കെ വേണം. പുതിയ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് യൂസ് ചെയ്യുക, പഴയത് ആൻഡ് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇതൊക്കെയാണ് എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും ഒക്കെ ചെയ്യുക. ഇത്രയാണ് നമുക്ക് എങ്ങനെയാണ് വൾണറബിലിറ്റീസ്, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് വൾണറബിലിറ്റീസ് ആൻഡ് ഹൗ ക്യാൻ വി ഫിക്സ് ഇറ്റ് എന്ന് ഒരു എസ്സേക്ക് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത്രയാണ് എന്ത് ചെയ്യേണ്ടത് അവിടെ വരുന്നത്. ഇനി അടുത്ത ഒരു ടോപ്പിക്കാണ് ലെയേർഡ് അറ്റാക്കർ മോഡൽ. എന്താ ലെയേർഡ് അറ്റാക്കർ മോഡൽ എന്നറിയാവോ? ഇറ്റ് ഈസ് എ ഫ്രെയിം വർക്ക് യൂസ് ടു അനലൈസ് ആൻഡ് ക്ലാസിഫൈ ദ ത്രെഡ്സ് ടു എ സിസ്റ്റം. നമ്മുടെ സിസ്റ്റത്തിൻ്റെ ത്രെഡ്സിനെയും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാനായിട്ട്, അനലൈസ് ചെയ്യാനായിട്ട്, ക്ലാസിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്കാണ് ലെയേർഡ് അറ്റാക്കർ മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? നമ്മുടെ സിസ്റ്റത്തിൻ്റെ ത്രെഡ്സിനെയും അതിൻ്റെ റിസോഴ്സും സ്കിൽസും അതിനെ എല്ലാത്തിനെയും
അനലൈസ് ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്കാണ് ലെയേർഡ് അറ്റാക്കർ മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ബൈ ഡിവൈഡിങ് ദ അറ്റാക്കർ ഇൻ ടു ലെയേഴ്സ് ഓഫ് ലെവൽസ് ദിസ് മോഡൽ ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ വൾണറബിലിറ്റീസ്. നമ്മൾ ഓരോ ലെയറായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യും. കണ്ടോ, അറ്റാക്കേഴ്സിനെ ഡിഫറെൻറ്റ് ലെയേഴ്സായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാവോ? നമുക്ക് വൾണറബിലിറ്റീസ് ഓരോ പോർഷൻസിൽ നിന്ന് നമ്മൾ ഓരോ പോർഷൻസിലോട്ട് കൊടുക്കും. അപ്പം നമുക്ക് ആ ഓരോരുത്തടത്തേതും വൾണറബിലിറ്റീസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കി ടാക്കിൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പം ഇത് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അറ്റാക്കേഴ്സിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അവരുടെ കേപ്പബിലിറ്റീസ് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓരോ അറ്റാക്കേഴ്സിനെയും കാറ്റഗറീസിലോട്ടായിരിക്കും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, അത് ഒരു സെക്യൂർ മെഷർ നമുക്ക് ഇതിന് എന്താ പറയണ്ടേ, സെക്യൂരിറ്റി മെഷേഴ്സൊക്കെ ഇനേബിൾ ചെയ്യും. ഇനി ലെയേഴ്സ്, നമ്മൾ മറ്റേ പഠിച്ച സെയിം ലെയേഴ്സാണ്. ഫിസിക്കൽ ലെയർ, ഡേറ്റ അഡാപ്റ്റേഷൻ ലെയർ, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വന്നു എന്നേ ഉള്ളൂ. അതായത് നമ്മുടെ ഡേറ്റ ലിങ്ക് ലെയർ തന്നെയാണ് ഈ രണ്ട് വശത്തും വന്നേക്കുന്നത്, ഫിസിക്കൽ ലെയർ ആൻഡ് ഡേറ്റ ലിങ്ക് ലെയർ. പിന്നെ നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, പിന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ലെയർ. നമ്മുടെ സെയിം IoTയുടെ ആർക്കിടെക്ചർ തന്നെ, വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഡേറ്റ ലിങ്ക് ലെയറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ഫിസിക്കൽ ആൻഡ് ഡേറ്റ ലിങ്ക് ലെയർ എന്നും ഡേറ്റ അഡാപ്റ്റേഷൻ എന്നും. ഇവിടെ നമ്മുടെ ശരിക്കും അഡാപ്റ്റേഷൻ ലെയറാണ് വരുന്നത്. നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചില്ലായിരുന്നു, ഇടയ്ക്ക് ഫിസിക്കൽ ലെയറിനെ നെറ്റ്വർക്ക് ലെയറിനെ, മാക് ലെയറിനെ ഫിസിക്കൽ ലെയറിനെയും കൂടെ ഇടയ്ക്ക് എന്തുണ്ട്, ഒരു അഡാപ്റ്റേഷൻ ലെയർ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ നോർമൽ നോൺ IP പ്രോട്ടോക്കോൾസിനെയൊക്കെ IP പ്രോട്ടോക്കോൾസിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട്. അതാണ് ഫസ്റ്റ് 2 ലെയറിൽ പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, പിന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ 2 ലെയേഴ്സാണ്, ആപ്ലിക്കേഷൻ സപ്പോർട്ട് ലെയർ ആൻഡ് ആപ്ലിക്കേഷൻ സർവീസ് ലെയർ. കണ്ടോ, ഓരോ ലെയറിനെ പറ്റി പറയാം. ഫസ്റ്റ് ലെയർ എന്താണ്? ഫിസിക്കൽ ലിങ്ക് ലെയർ. അതിൻ്റെ മെയിൻ വരുന്ന അറ്റാക്സ് എന്തൊക്കെയാണ്? ഫിസിക്കൽ ടാമ്പറിങ് അല്ലെങ്കിൽ ഈവ് സ്ട്രോപ്പിംഗ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഉണ്ടാകുന്ന ഈവ് സ്ട്രോപ്പിംഗ് ആണ്. അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ലോസ്, അല്ലെങ്കിൽ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം ഹാക്ക് ചെയ്ത് മറ്റൊരാൾക്ക് കേൾക്കാൻ പറ്റുന്ന വളരെ, അതാണ് ഈവ് സ്ട്രോപ്പിംഗ് ഓൺ കമ്മ്യൂണിക്കേഷൻ. ഫിസിക്കൽ അതിൽ വരുന്ന അല്ലെങ്കിൽ ലിങ്ക് ലെയറിൽ വരുന്ന ഒരു അറ്റാക്കാണ് ഈവ് സ്ട്രോപ്പിംഗ്. അതിൻ്റെ സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡിവൈസിന് അത്യാവശ്യം സെക്യൂരിറ്റീസ് കൊടുക്കുക, അതേപോലെ തന്നെ സെക്യൂർ കീ എക്സ്ചേഞ്ച് നടത്തുക. പിന്നെ ലെയർ 2 എന്ന് പറയുന്നത് ഡേറ്റ ലിങ്ക് ലെയറാണ്. അവിടുത്തെ മെയിൻ അറ്റാക്സ് എന്ന് പറയുന്നത് മാക് അഡ്രസ്സ് സ്പൂഫിങ്. പിന്നെ നമുക്ക് ഓർക്കുക, ഫിസിക്കൽ ലെയർ കഴിഞ്ഞിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഇത് ലെയറാണ് മാക് ലെയറാണ്. അപ്പം രണ്ടാമത്തെ മാക് അഡ്രസ്സിൻ്റെ സ്പൂഫിങ് കാണും, APRൻ്റെ സ്പൂഫിങ് കാണും, VLAൻ്റെ സ്പൂഫിങ് കാണും. ഇങ്ങനെ സ്പൂഫിങ്സ് ആയിരിക്കും മെയിൻലി ഡേറ്റ ലിങ്ക് ലെയറിൽ ഉണ്ടാവുന്നത്. അതിൻ്റെ സൊല്യൂഷൻസ് ഇനി എന്തൊക്കെയാണ്? നമുക്ക് സെക്യൂരിറ്റി പ്രോഗ്രാമിങ് മാറ്റുക, VLA സെക്യൂരിറ്റി എൻഷുർ ചെയ്യുക, ഓരോ പോർട്ടിനും സെക്യൂരിറ്റി എൻഷുർ ചെയ്യുക. ഇനി ലെയർ 3 നെറ്റ്വർക്ക് ലെയർ, റൂട്ടിംഗ് അറ്റാക്സ് ആയിരിക്കും മെയിനായിട്ട് വരുന്നത്. പിന്നെ IP പ്രോട്ടോക്കോൾസ് ഒക്കെ ആയിരിക്കും നമുക്ക് നെറ്റ്വർക്ക് ലെയറിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ IP സ്പൂഫിങ്ങും എന്തുണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി സൊല്യൂഷൻസ്, പാക്കറ്റിനെ ഫിൽട്ടർ ചെയ്യുക, നല്ലപോലെ ഫയർവാൾസ് ഒക്കെ എൻഷുർ ചെയ്യുക. നമ്മുടെ ടാമ്പറിങ് റെസിസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് റൂട്ടേഴ്സ് വേണം നമ്മളിവിടെ യൂസ് ചെയ്യാനായിട്ട്. ഇനി 4th ലെയർ ഏതാണ്? ട്രാൻസ്പോർട്ട് ലെയർ. ട്രാൻസ്പോർട്ട് ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ട്രാൻസ്പോർട്ട് ഓഫ് ഇൻഫർമേഷൻ നടക്കുന്ന ലെയർ. അത് ഓപ്പൺ പോർട്സിലായിരിക്കും അതിൻ്റെ അറ്റാക്ക് വരുന്നത്. ഓക്കെ, ഫ്ലഡിങ് ആൻഡ് സെഷൻ ഹൈജാക്കിംഗ് ആയിരിക്കും അവിടെ മെയിനായിട്ട് വരുന്നത്. ഇതിന് എങ്ങനെ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും? സൊല്യൂഷൻസ്, പോർട്ടിൻ്റെ സ്കാനിങ് നടത്തുക, ഫയർവാൾ കോൺഫിഗർ ചെയ്യുക, പിന്നെ നമ്മുടെ ഡേറ്റാഗ്രാം ട്രാൻസ്പോർട്ട് ലെയറിനെ സെക്യൂർ ആക്കുക, പിന്നെ സിമ്പിൾ ഒതൻറ്റിക്കേഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരിക. അത്രയാണ് അതിനകത്തിൽ വരുന്നത്. ഇനി ലാസ്റ്റ് ലെയർ 5 and 6 സെഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ലെയർ, അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ ലെയർ. പുവർ സെഷൻ മാനേജ്മെൻറ്റിനെയൊക്കെ ആയിരിക്കും സെഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആട്ടോ. ആപ്ലിക്കേഷൻ സപ്പോർട്ട് ലെയർ വരും അതിനകത്തിൽ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഫുള്ള് നമ്മുടെ ഈ IPv6ൻ്റെ ഫുൾ ഇതിനകത്തിൽ പറയുന്ന ആർക്കിടെക്ചറാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം മറ്റേ കമ്പ്യൂട്ടർ നെറ്റ്വർക്സിനകത്ത് പഠിച്ച സെയിം ഓരോ സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ ലാസ്റ്റ് ലെയർ വരുന്ന സെഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ലെയർ ആയിരിക്കും. പുവർ സെഷൻസ് മാനേജ്മെൻറ്റ് ആയിരിക്കും അതിനകത്തിൽ വരുന്നത്. പിന്നെ നമ്മുടെ ഡേറ്റയുടെ സീരിയലൈസേഷനൊക്കെ അവർ എക്സ്പ്ലോയിറ്റ്
ചെയ്യും. സൊല്യൂഷൻസ്, HTTP ഫീച്ചേഴ്സൊക്കെ എൻഹാൻസ് ചെയ്യുക, ഇൻപുട്ടിനെ വാലിഡേറ്റ് ചെയ്യുക, സെഷൻ ടോക്കൺ കൊടുക്കുക, പിന്നെ സെക്യൂർ സെഷൻസ് മാനേജ് ചെയ്യുക. ഇനി ലെയർ, ആപ്ലിക്കേഷൻ ലെയർ, അവിടെ എന്താ പുവർ കോഡിംഗ് പ്രാക്ടീസസ്, അതാണ് നമ്മുടെ യൂസർ ഇൻ്റർഫേസ് സെഷൻ അല്ലേ. അപ്പോൾ അവിടുത്തെ കോഡിംഗ് പ്രാക്ടീസസ് കുറവാണെങ്കിൽ വെബ് ആപ്ലിക്കേഷൻസിനകത്തിലൊക്കെ വൾണറബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതൊക്കെയാണ് അറ്റാക്സിൻ്റെ പോസിബിലിറ്റീസ്. ഇനിയും സൊല്യൂഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, സെക്യൂർ വെബ് കമ്മ്യൂണിക്കേഷൻ ഇനേബിൾ ചെയ്യുക, ആപ്ലിക്കേഷൻ ലെവൽ സെക്യൂരിറ്റി ഇനേബിൾ ചെയ്യുക, ബെസ്റ്റ് കോഡിംഗ് പ്രാക്ടീസസ് കൊണ്ടുവരിക, റെഗുലർ സെക്യൂരിറ്റി ഓഡിറ്റ്സ് നടത്തുക. അത്രയാണ് വരുന്നത്. ഇത് ഇത്രയും നമ്മുടെ എന്തായിരുന്നത്, ആർക്കിടെക്ചർ ആയിരുന്നു അല്ലേ, ലെയേഴ്സ് ഓഫ് അറ്റാക്കർ മോഡൽ. അതായിരുന്നു നമ്മളിപ്പോൾ ഇതിനകത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഓരോ ലെയേഴ്സിനെ പറ്റി പറഞ്ഞു. ഇനി ഫങ്ഷണൽ കമ്പോണൻസ് ഓഫ് സെക്യൂരിറ്റി, സെക്യൂരിറ്റിയുടെ ഫങ്ഷണൽ കമ്പോണൻസ് എന്തൊക്കെയാണ്, നമ്മുടെ ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. കോൺഫിഡൻഷ്യാലിറ്റി മാനേജ് ഇതാക്കുക, ഇൻറ്റഗ്രിറ്റി മാനേജ് ചെയ്യുക, അവൈലബിലിറ്റി, ഒതൻറ്റിക്കേഷൻ, ഓതറൈസേഷൻ, അക്കൗണ്ടബിലിറ്റി, സെക്യൂരിറ്റി പോളിസീസ് ആൻഡ് ഗവർണൻസ്, ക്രിപ്റ്റോഗ്രഫി, അതെല്ലാം ജസ്റ്റ് വായിച്ചു വെക്കുക. അത് വായിച്ചു വെക്കാൻ നല്ല ഇമ്പോർട്ടൻ്റ്. അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എന്തൊക്കെയാണ് നമ്മുടെ സെക്യൂരിറ്റി വേണ്ട കാര്യങ്ങൾ. സെക്യൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം, കോൺഫിഡൻഷ്യാലിറ്റി വേണം, ഇൻറ്റഗ്രിറ്റി വേണം, നമുക്ക് റിസോഴ്സസ് അവൈലബിൾ ആയിരിക്കണം, ഒതൻറ്റിക് ആയിരിക്കണം, ഓതറൈസേഷൻ നടന്നിട്ടുണ്ടായിരിക്കണം, നമുക്ക് അക്കൗണ്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, സെക്യൂരിറ്റി പോളിസീസ് എല്ലാം അതിനുണ്ടായിരിക്കണം, ക്രിപ്റ്റോഗ്രഫി ചെയ്തിരിക്കണം, പിന്നെ നമ്മുടെ ഇൻട്രൂഷൻസ്, അതായത് എറർ ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഉണ്ടായിരിക്കണം, സെക്യൂർ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയിരിക്കണം, ഫിസിക്കൽ സെക്യൂരിറ്റി നമ്മൾ ഇനേബിൾ ചെയ്യണം, ഇൻസിഡൻറ്റ് റെസ്പോൺസ് ആൻഡ് റിക്കവറി വേണം. എന്തൊരു ഇൻസിഡൻറ്റ് വന്നു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പോൺസ് റിക്കവറിയും വരണം. പിന്നെ എൻഡ് പോയിൻറ്റ് സെക്യൂരിറ്റി വരണം, സെക്യൂരിറ്റി മോണിറ്ററിങ് ആൻഡ് അനാലിസിസ് വരണം, ഐഡൻറ്റിറ്റി മാനേജ്മെൻറ്റ് വരണം. അതത്രയാണ് എന്തിൽ ഫങ്ഷണൽ കമ്പോണൻസ് ഓഫ് സെക്യൂരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നത്. ഇനി നെക്സ്റ്റ് അസസ് കൺട്രോൾ. അസസ് കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ഓൺലി വൺ ഓഫ് ദ ഓത്തറൈസ്ഡ് ഇൻഡിവിജ്വൽ ഓഫ് ദ സിസ്റ്റം ബിഫോർ ഗ്രാൻഡിങ് അസസ് ടു ദ റിസോഴ്സസ്. നമ്മൾ യൂസ് ചെയ്യുന്ന, നമ്മൾ ആ എടുക്കാൻ ഉദ്ദേശിക്കുന്ന, ഇപ്പം നമ്മളൊരു പോർട്ടലിൽ ലോഗിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യണം, അത് കൺഫേം ചെയ്യണം. അതാണ് എന്തിൽ വരുന്നത്, അസസ് കൺട്രോളിൽ വരുന്നത്. ആ ഇൻഡിവിജ്വൽ എന്തായിരിക്കണം, ഓത്തറൈസ്ഡ് ആണോ ഇത് അസസ് കൊടുക്കുന്നതിന് മുന്നേ എന്നുള്ള കാര്യമാണ് നമ്മൾ അതിനകത്തിൽ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് മെയിനായിട്ട് വരുന്ന 2 ഹെഡിങ്സ് ആണ് ഒതൻറ്റിക്കേഷൻ ആൻഡ് ഓത്തറൈസേഷൻ. അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, അത് എസ്സേ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. വാട്ട് ഡസ് മീൻ ബൈ ഒതൻറ്റിക്കേഷൻ ആൻഡ് ഓത്തറൈസേഷൻ. ഒതൻറ്റിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതിലെ ഐഡൻറ്റിറ്റി ഓഫ് ദ യൂസറാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് യൂസ് ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൽ അസസ് കൊടുക്കേണ്ട ആൾ, നമ്മൾ അയാളുടെ ഐഡൻറ്റിറ്റിയാണ് കൺഫേം ചെയ്യുന്നത് ആ ഒരു സെക്ഷനകത്തിൽ. നമ്മൾ ഇതിനകത്തിൽ ഹാഷ് ഫങ്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. എന്താ, ഒതൻറ്റിക്കേഷനിലും ഓതറൈസേഷനകത്തിലും നമ്മളൊരു ഹാഷ് ഫങ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഹാഷ് ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒരു 1-way ക്രിപ്റ്റോഗ്രാഫിക് ഫങ്ഷനാണ്. ജനറേറ്റ് എ ഫിക്സഡ് സൈസ് ഹാഷ് വാല്യൂ ഫ്രം ദ ഇൻപുട്ട്. ഹാഷ് വാല്യൂ ഈസ് റെസ്റ്റ് ടു ദ റിസീവർ ഫോർ വെരിഫിക്കേഷൻ വിത്തൗട്ട് എക്സ്പോഷർ ടു ദ. അതായത് ഒരു ഹാഷ് വാല്യൂ നമ്മൾ ജനറേറ്റ് ചെയ്യും. അതൊരു 1-way ജനറേഷനാണ്. നമ്മളൊരു ഫിക്സഡ് സൈസിലുള്ള ഒരു ഹാഷ് വാല്യൂ, ഒരു ഇൻപുട്ട് കാണും, ഡയറക്റ്റ് ഇൻപുട്ടിനെ ട്രാൻസ്മിറ്റ് ചെയ്യാതെ ആ ഒരു ഇൻപുട്ടിന് സമാനമായ ഒരു ഹാഷ് വാല്യൂവിനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും. അത് ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ വെരിഫിക്കേഷൻ ചെയ്യും. നമ്മൾ അതാണ് വെരിഫൈ ചെയ്യുന്നത്. അത് വെരിഫൈ ചെയ്യുമ്പം അതിൻ്റെ നമ്പറും നമ്മുടെ ഒറിജിനൽ ഇൻപുട്ടിൻ്റെ നമ്പറും സെയിം ആണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് അതിൻ്റെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഡേറ്റാസ് ഒന്നും ഇടയ്ക്ക് പോയിട്ടില്ല, കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതാണ് പ്രോസസ്സ്. കണ്ടോ, ഒതൻറ്റിക്കേഷനകത്തിൽ നമ്മളൊരു സീക്രട്ട് കീ ജനറേറ്റ് ചെയ്യും. ആ ജനറേറ്റ് ചെയ്യുന്ന സീക്രട്ട് കീയുടെ പേരാണ് ഹാഷ് വാല്യൂ. ആ ഒരു ഹാഷ് വാല്യൂ ആണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ സമയത്ത് സെൻഡ് ചെയ്യുന്നത്, ഒറിജിനൽ ഇൻപുട്ട് അല്ല സെൻഡ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ റിസീവർ എന്ത് ചെയ്യും, ഈ ഒരു ഹാഷ് വാല്യൂവിനെയും നമ്മുടെ സ്റ്റോർഡ് ഹാഷ് വാല്യൂ, ഈ റിസീവ് ചെയ്യുന്ന ഹാഷ് വാല്യൂവിനെ നമ്മൾ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഹാഷ് വാല്യൂവിനെയും കൂടെ കമ്പയർ ചെയ്യുമ്പം അത് മാച്ച് ചെയ്യുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സെൻഡർ ഒതൻറ്റിക്കേറ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു അക്കൗണ്ട് ഫസ്റ്റ് നമ്മുടെ K2ൻ്റെ ലോഗിൻ പോർട്ടൽ തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പം നമ്മുടെ ഇൻപുട്ട്, നമ്മുടെ മറ്റേ രജിസ്ട്രേഷൻ നമ്പർ, പാസ്വേഡ്
എന്തായിട്ട് മാറും, ഒരു ഹാഷ് വാല്യൂ ആയിട്ടായിരിക്കും സേവ് ചെയ്യുന്നത്. നമ്മൾ പിന്നീട് ലോഗിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അതിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടപ്പം പിന്നീട് ലോഗിൻ ചെയ്യേണ്ടപ്പം നമ്മൾ വീണ്ടും നമ്മുടെ എന്ത് കൊടുക്കും, മെയിൽ ഐ ഡിയും പാസ്വേഡ് അല്ലെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും കൊടുക്കും. അപ്പോൾ നമ്മുടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂവും നമ്മളിപ്പം കൊടുത്ത വാല്യൂവും സെയിം ആണെന്നുണ്ടെങ്കിലാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒതൻറ്റിക്കേറ്റഡ്, നമുക്ക് അതിനകത്തിൽ കയറാൻ പറ്റുന്നത്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ്, ഒറിജിനൽ ഡേറ്റ നമുക്ക് റീകൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം നമ്മൾ ഹാഷ് വാല്യൂസ് ആയിരിക്കും നമ്മൾ ഇതിനകത്തിലോട്ട് കയറുന്നത്. ആ ഒതൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്ക് മാത്രമേ അത് കാണാൻ പറ്റത്തുള്ളൂ, ബാക്കി ആർക്കും അത് കാണാനായിട്ട് പറ്റത്തില്ല. കമ്മ്യൂണിക്കേഷൻ്റെ ഇടയ്ക്ക് ഈ ഹാഷ് എന്തായിട്ട് തന്നെ റിമൈൻ ചെയ്യും, അൺചേഞ്ച്ഡ് ആയിട്ട് തന്നെ റിമൈൻ ചെയ്യും, മാറ്റമൊന്നും വരത്തില്ല. പിന്നെ ഇവിടെ അറ്റാക്കറിനൊന്നും നമുക്ക് യൂസ് ചെയ്യാനായി അറ്റാക്കറിനൊന്നും ഈ ഒരു സാധനം ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അറ്റാക്കറിനൊന്നും എന്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല, ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സെയിം ഔട്ട്പുട്ട്, അലേർട്ട് മെസ്സേജസിന് സെയിം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല, പലതിനും ഡിഫറെൻറ്റ് ഔട്ട്പുട്ട്സ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അതിനെ നമുക്ക് സേഫായിട്ടും സെക്യൂർ ആയിട്ടും വെക്കാനായിട്ട് പറ്റും. ഇതെന്തായിരുന്നു ഒതൻറ്റിക്കേഷൻ. ഇനി നമ്മൾ എന്തിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്, ഓതറൈസേഷൻ. ഇനി ഓതറൈസേഷൻ തീരുമാനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒതൻറ്റിക്കേറ്റഡ് യൂസേഴ്സ് ആണ്. ഇപ്പം നമ്മുടെ KTUവിൻ്റെ സൈറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒതൻറ്റിക്കേറ്റഡ് ആണ്, നമ്മൾ ലോഗിൻ ചെയ്ത് കയറി. പക്ഷേ അതിലേതൊക്കെ ഫങ്ഷൻസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, അതാണ് ഓതറൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, നമ്മൾ സ്റ്റുഡൻസിന് കയറി കഴിഞ്ഞാൽ നമുക്കിപ്പം നമ്മുടെ ഇൻറ്റേർണൽ മാർക്സ് കാണാനായിട്ട് പറ്റും. പക്ഷേ നമ്മുടെ ID കൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ ഒതൻറ്റിക്കേറ്റഡ് യൂസേഴ്സ് ആണ് എന്നും പറഞ്ഞ് നമുക്ക് നമ്മുടെ ടീച്ചേഴ്സ് ചെയ്യുന്ന പോലെ തന്നെ മാർക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. അല്ലെങ്കിൽ കോളേജിൽ ഒരു പ്രിൻസിപ്പൾ ചെയ്യുന്ന ഫങ്ഷൻസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് എന്ത് ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓതറൈസേഷൻ്റെ. നമ്മൾ ഒതൻറ്റിക്കേറ്റഡ് യൂസറാണ്, പക്ഷേ ആ യൂസറിന് എന്തോരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ ആ ഒരു സൈറ്റിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും, അതാണ് ഓതറൈസേഷൻ പറയുന്നത്. കണ്ടോ, അതിൽ പല മോഡൽസ് ഉണ്ട്. അക്സസ് കൺട്രോൾ ലിസ്റ്റ്, ACL, റോൾ ബേസ്ഡ് അക്സസ് കൺട്രോൾ, ആട്രിബ്യൂട്ട് ബേസ്ഡ് അക്സസ് കൺട്രോൾ. എന്തൊക്കെയായിരുന്നു, അക്സസ് കൺട്രോൾ ലിസ്റ്റ് ഉണ്ട്, റോൾ ബേസ്ഡ് അക്സസ് കൺട്രോൾ ഉണ്ട്, ആട്രിബ്യൂട്ട് ബേസ്ഡ് അക്സസ് കൺട്രോൾ ഉണ്ട്. ഫസ്റ്റ് അക്സസ് കൺട്രോൾ ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ്, ആർക്കൊക്കെ എന്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ് അതിനകത്തിലുള്ളത്. ഓക്കെ, അപ്പോൾ പെർമിറ്റ്, ഡിനേ, ഓരോ യൂസേഴ്സിനും എന്തൊക്കെ പെർമിറ്റഡ് ആണ്, എന്തൊക്കെയാണ് ഡിനേ ചെയ്തിട്ടുള്ളതെന്നാണ് അതിനകത്തിൽ വരുന്നത്. കോമൺലി റൂട്ടേഴ്സിനകത്തിലും ഫയർവാൾസിനകത്തിലും ഒക്കെ ആയിരിക്കും അതിനകത്ത് കാണുന്നത്. എക്സാമ്പിൾ, ഒരു റൂട്ടറിലോട്ട് ഒരു പാക്കറ്റ് എത്തുവാണെന്നുണ്ടെങ്കിൽ അത് ആദ്യമേ നമ്മൾ ഈ ACL ചെക്ക് ചെയ്യും. അത് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ റൂൾസിൽ പെർമിറ്റ് ആവുകയാണ്, അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് പെർമിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ, പെർമിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഡിനേ ചെയ്ത് വിടും. മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡ്, റോൾ ബേസ്ഡ്. ഓരോരുത്തരുടെ റോൾ അനുസരിച്ചാണ് അതിനകത്തിൽ എന്ത് ചെയ്യുന്നത്, നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ മുമ്പേ പറഞ്ഞ KTU പോർട്ടലാണ്, സ്റ്റുഡൻസിൻ്റെ റോളാണോ ടീച്ചേഴ്സിനുള്ളത്, അതല്ലല്ലോ HODക്കുള്ളത്, അതല്ലല്ലോ നമ്മുടെ പ്രിൻസിപ്പലിനുള്ളത്, അതല്ലല്ലോ നമ്മുടെ KTUവിൻ്റെ വൈസ് ചാൻസലറിനുള്ളത്. അതാണ് സെയിം. യൂസ് ചെയ്യുന്നത് സെയിം വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിലും അതിലെ റോളിനനുസരിച്ച് അക്സസിന് ഡിഫറൻസ് വരും. അതാണ് റോൾ ബേസ്ഡ് അക്സസ് കൺട്രോൾ. ഇനി വരുന്നത് ആട്രിബ്യൂട്ട് ബേസ്ഡ് അക്സസ് കൺട്രോൾ. നമ്മുടെ ആട്രിബ്യൂട്ട്സ് വെച്ചിട്ട്, ഓക്കെ, നമ്മുടെ അക്സസ് ഡിസിഷൻസ് നമ്മുടെ ആട്രിബ്യൂട്ട്സ് വെച്ചിട്ടാണ് അതിനകത്തിൽ എടുക്കുന്നത്. അതാണ് എന്തിൽ വരുന്നത്, നമ്മുടെ ആട്രിബ്യൂട്ട് കൺട്രോളിനകത്തിൽ വരുന്നത്. ഇനി ലാസ്റ്റ് അത് ഓതൻറ്റിക്കേഷൻ ഓതറൈസേഷൻ എന്തുവാന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിരിക്കുക, അത്രയേ ഉള്ളൂ. നമുക്കിനി മെസ്സേജ് ഇൻറ്റഗ്രിറ്റിയും കുറേ സെനേരിയോസും സ്മാർട്ട് ആർക്കിടെക്ചറും ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.